ചെയർപേഴ്സണായിരുന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിച്ചില്ലെന്ന് പാലക്കാട് മുൻ ബിജെപി ചെയർപേഴ്സൺ പ്രിയ അജയൻ. നഗരസഭാ കൌൺസിൽ നടന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാർ ഇറങ്ങിപ്പോയി. നേരിട്ട അനുഭവങ്ങളാണ് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാനുള്ളതിൽ ഒരു കാരണം. അഴിമതിക്കാരിയാണെന്ന് പ്രചരണം നടന്നു. നേരിട്ട് കാര്യങ്ങൾ ബിജെപി നേതൃത്വത്തെ അറിയിച്ചിരുന്നെന്നും പ്രിയ അജയൻ പറഞ്ഞു. ഒരു നഗരസഭാ ചെയർപേഴ്സണായിട്ട് ഞാൻ ലാസ്റ്റ് 5 വർഷമായിട്ടും അതിൽ 3 വർഷമാണ് ഒരു ചെയർമാനായിട്ട് ഇരുന്നത്. അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാമാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം ക്ലിയർ ആണ്. നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലേഴ്സ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വിഷയാടിസ്ഥാനമായിട്ടാണ് പിന്തുണ ലഭിച്ച കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും, 1 രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിൽ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്തോ അത് തുടർന്നിട്ടുള്ള 2 വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മറ്റ് പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. കാരണം വാർത്തകൾ എങ്ങനെയും വളച്ചൊടിക്കാമല്ലോ. ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, നേതൃത്വത്തിനെതിരെയാണ് പരാതിപ്പെടുന്നത്. എന്താണ് അവരുടെ പരാതികൾ, വിവരങ്ങൾ? നേരത്തെ തന്നെ ഈ പ്രിയ അജയൻ തന്റെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പരസ്യമായി അവർ ബിജെപി നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. താൻ നഗരസഭാ കൌൺസിൽ നടക്കുന്ന സമയത്ത് പോലും സ്വന്തം പാർട്ടിക്കാർ ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ബിജെപി നേതൃത്വത്തെ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നേരിട്ടറിയിച്ചിട്ടും അവിടെ നിന്നും അനുകൂലമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ ചെയർപേഴ്സൺ സ്ഥാനം നിലനിർത്തി പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായത്. അഴിമതിക്കാരിയാണ് എന്നുള്ള പ്രചരണം ഉൾപ്പെടെ നടന്നു എന്നുള്ളതാണ് പ്രിയ അജയൻ ചൂണ്ടിക്കാട്ടുന്നത്. സ്വരം നന്നായിരുന്നപ്പോൾ പാട്ടു നിർത്തി എന്നുള്ളതാണ് പ്രിയ അജയൻ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.